ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായി ഇപ്പോൾ ഉള്ളത് അറഫയിലാണ്. അറഫയിൽ എനിക്ക് ഈ പിന്നിൽ കാണുന്ന ഈ ആയിരക്കണക്കിന് തീർത്ഥാടകർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, എല്ലാവരും മലയാളികളാണ്. അൽഹിന്ദ് ഗ്രൂപ്പിന് കീഴിൽ ഹജ്ജിനെത്തിയ ഏതാണ്ട് 1500-ലധികം ആളുകളാണ് ഈ കാണുന്നത്. അവരൊക്കെ അറഫ സംഗമം കഴിഞ്ഞ് ഇപ്പോൾ മുസ്ദലിഫയിലേക്ക് നീങ്ങാൻ പോവുകയാണ്, ബസ് കാത്തു നിൽക്കുകയാണ്. ഇത്തവണ ഇവർക്കൊക്കെ ലഭിച്ചത് ശരിക്കും ഒരു VIP ട്രീറ്റ്മെൻറ്റാണ്, VIP സൗകര്യമാണ്. അത് മിനായിലായാലും അറഫയിലായാലും ഒക്കെ ഈ തീർത്ഥാടകർ, പ്രത്യേകിച്ച് മക്കയിലൊക്കെ താമസ സൗകര്യങ്ങളൊക്കെ വളരെ വിപുലമായ സൗകര്യങ്ങൾ, മുൻ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള സൗകര്യങ്ങളാണ് ലഭിച്ചത്. അപ്പോൾ ഈ സമയത്ത് എന്നോടൊപ്പം ചേരുന്നത് അൽഹിന്ദ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായ TA മുഹമ്മദ് ഹാരിസ് കെ ആണ്. ഹാരിസ് കെയെ ഞാൻ ഇങ്ങോട്ട് വിളിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇത്തവണ ഇവർ ഈ വർഷം ചെയ്ത ഒരു പ്രത്യേക സേവനം, 4 ലക്ഷത്തോളം രൂപ ഈടാക്കി തീർത്ഥാടകരെ അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവർക്ക് അമീറും ഭക്ഷണവും അതോടൊപ്പം തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ്, അത് മക്കയിലായാലും മുസ്ദലിഫ, അറഫ, അതോടൊപ്പം മദീന, ഈ സ്ഥലങ്ങളിലൊക്കെ വളരെ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ട് വെറും 4 ലക്ഷത്തോളം രൂപയ്ക്ക് ഹാജിമാരെ കൊണ്ടുവരുന്നു എന്നത്. ഈ 4 ലക്ഷം എന്ന് പറയാനുള്ള കാരണം, ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴിയൊക്കെ നമ്മൾ ഹാജിമാർ വരുന്നതും ഏതാണ്ട് ഇതേ സംഖ്യക്കാണ്. അവർക്ക് ഭക്ഷണമില്ല, അമീർമാരില്ല, ഈ രൂപത്തിൽ നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ 4 ലക്ഷം രൂപയ്ക്ക് ഇത്രയും ആളുകളെ കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്ന് ഹാരിസ് കെയിൽ നിന്ന് തന്നെ അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഹാരിസ് കെ ഈ അറഫയിൽ വെച്ച് തന്നെ ഞാൻ പിടിച്ചു നിർത്തിയത്. ഹാരിസ് കെ ഒന്ന് വിശദീകരിക്കുക. 5,93,000 രൂപ, 6,03,000 രൂപയ്ക്കാണ് എ ക്ലാസ് കാറ്റഗറിയോട് കൂടി ഈ നമ്മുടെ ഈ പാക്കേജുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ ക്ലോക്ക് ടവറും അതുപോലെ അസ്കസഫ പോലുള്ള 5 സ്റ്റാർ ഹോട്ടലുകളിലും അത്യാധുനിക സൗകര്യത്തോടു കൂടിയാണ് നമ്മുടെ ഈ 1500ഓളം ഹാജിമാരെ ഈ ടെൻറ്റിൽ കഴിഞ്ഞിരിക്കുന്നത്. ഇത് കൂടാണ്ട് ഈ വർഷം, മുൻ വർഷങ്ങളിൽ 5 വർഷം മുമ്പ് ഗവൺമെൻറ് തന്നെ അലോട്ട് ചെയ്തിട്ട് ഹജ്ജ് കമ്മിറ്റി നിരക്കിൽ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹാജിമാരെ കൊണ്ടുവന്നിരുന്നു. നമ്മൾ മാത്രമല്ല എല്ലാ ഹജ്ജ് ഗ്രൂപ്പുകളും കൊണ്ടുവരൽ നിർബന്ധമായിരുന്നു. എന്നാൽ ഈ വർഷം ഹജ്ജ് കമ്മിറ്റി നിരക്കിൽ ഏതാണ്ട് 4,17,000 രൂപയ്ക്ക് നമ്മൾ ഹാജിമാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരും ഇപ്രാവശ്യം 400 സംതിങ് ഹാജിമാരാണ് ഈ ഫസ്റ്റ് ബാച്ചിലുള്ളത്. കോട്ട കൂടുതൽ തരുന്നതിനനുസരിച്ച് കൂടുതൽ ഹാജിമാർ 4,000-ഓ 5,000-ഓ 10,000 കൊണ്ടുവരാൻ അവർ ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ എങ്ങനെ, എന്താ ഞാൻ ചോദിച്ചത്, ഈ 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഡി കാറ്റഗറി അല്ലേ? ഡി കാറ്റഗറിയിൽ ഭക്ഷണം കൊടുക്കുന്നു, അമീർമാരെ കൊടുക്കുന്നു, ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാം അസിസിയ പാക്കേജാണ്. ഇപ്പോൾ എന്താണോ ഗവൺമെന്റ് കൊടുക്കുന്നത് അതിനേക്കാളും ഉപരിയുള്ള നല്ല പാക്കേജാണ്. അത് കമ്പാരിറ്റീവ്ലി അതിന്റെ കാൽക്കുലേഷൻ നടത്തിയാൽ ഹജ്ജ് കമ്മിറ്റികളെക്കാളും നിരക്ക് കുറവുമാണ് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം, കൂടുതൽ തീർത്ഥാടകരെ തരുകയാണെങ്കിൽ നിങ്ങൾ എത്ര ഹാജിമാരെ വേണമെങ്കിലും ഈ ഒരു കാറ്റഗറിയിൽ കൊണ്ടുവരാൻ തയ്യാറുമാണ്. എനിക്ക് അൽഹിന്ദിന് മാത്രമല്ല മറ്റുള്ള സ്വകാര്യ ഗ്രൂപ്പുകൾക്കും അത് കൊണ്ടുവരാൻ സാധിക്കും. കാരണം അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണ്, അസിസിയ മാത്രമാണ് നൽകുന്നത്, മദീനയാണ് കൊടുക്കുന്നത്, ഭക്ഷണവും അമീറിൻ്റെ സേവനമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ 50 ആൾക്ക് ഒരാളുള്ളത് കൊണ്ട് തന്നെ അവരുടെ കർമ്മങ്ങളും അമലുകളൊക്കെ കൃത്യമായിട്ട് അവർക്ക് കൊണ്ടു നടക്കാനും പൂർണ്ണ രൂപത്തിൽ ഹജ്ജ് ചെയ്യാനും അവർക്ക് സാധിക്കും. ഓക്കെ, ഇത്തവണ നിങ്ങൾക്ക് എത്ര ഹാജിമാരാണ് ആകെയുള്ളത്? ആകെ ഞങ്ങൾക്ക് ഒരു 2,800ഓളം ഹാജിമാരുണ്ട്. 2,800ഓളം ഹാജിമാർ ടോട്ടലുണ്ട് പല മുത്തഫിലായിട്ട്. അതെ, അപ്പോൾ അതിന് ഞാൻ സാക്ഷിയാണ്. ഞാനിപ്പോൾ അറഫയിലുള്ള ഈ അറഫയിലെ ടെന്റാണ്. 1500-ലധികം ആളുകൾ ഈ ടെന്റിൽ മാത്രമുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത് തന്നെയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹാജിമാരുള്ള ടെന്റ്. ഇതാണ് സ്വകാര്യതയിലായാലും പിന്നെ ഗവൺമെന്റിലായാലും ഒരേ അമീറിന്റെ നേതൃത്വത്തിൽ 1,500 ചില്ലാനം ആളുകൾ ഈ ഒരു ടെന്റിൽ മാത്രമുണ്ട്. അവർക്ക് വളരെ VIP ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ഞങ്ങൾ കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സൗകര്യങ്ങളാണ് ഞങ്ങളുടെ പോളിസി തന്നെ. ഒരു 6 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. അപ്പുറത്തുള്ള പല ടെന്റുകളിൽ ഇതേ കാറ്റഗറിയിൽ ഇതേ സംവിധാനത്തിൽ 8 ലക്ഷം, 12 ലക്ഷം, 10 ലക്ഷം വാഹനങ്ങൾ നമ്മൾ തൊട്ടടുത്തുള്ള റൂമുകളിലും തൊട്ടടുത്തുള്ള ടെന്റിലും കാണാം. നമ്മൾ ഏറ്റവും മിനിമൈസിൽ പിന്നെ ഞങ്ങളുടെ എൻ്റെ ലോകം തന്നെ എങ്ങനെയാണ്, സംതൃപ്തരായ ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനാ പിൻബലത്തോടെ എന്നുള്ളതാണ്. കാരണം അവരുടെ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ വിജയം. അതിലേക്ക് ഞങ്ങൾ ഏറ്റവും മിനിമൈസ് പ്രൈസിലാണ് ഇത് കൊണ്ടു നടക്കുന്നത്. അല്ല, അത് മാത്രമല്ല, ഞാൻ അൽഹിന്ദിൽ കണ്ടൊരു മറ്റൊരു പ്രത്യേകത, സാധാരണ വളരെ കുറഞ്ഞ നിരക്കിൽ നിങ്ങൾ ഹാജിമാരെ കൊണ്ടുവരുന്നു, ഉംറക്കാരെ കൊണ്ടുവരുന്നു. അതിന് പുറമെ ആദ്യമായിട്ട് ഇവിടെ ഇറങ്ങുന്ന ഹാജിമാർ, ഹജ്ജ് ഗ്രൂപ്പ് ഏതാണെന്ന് വെച്ചാൽ അത് അൽഹിന്ദിൻ്റെ ആണ്. ആദ്യമായിട്ട് ഇവിടെ ഇറങ്ങുന്ന ഉംറ ഗ്രൂപ്പ് ഏതാണ്, അത് അൽഹിന്ദിൻ്റെ ആണ്. ആ രൂപത്തിലൊക്കെയുള്ള ഒരു സൗകര്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ ഈ ഹാജിമാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് പൊതുവേ സൗകര്യങ്ങളുടെ എണ്ണം, ഒരു സൗകര്യങ്ങൾ കുറയും എന്ന ഒരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതല്ല, ഞാനിപ്പോൾ ശരിക്കും അനുഭവിച്ചു.
ഇത്തവണ പ്രത്യേകിച്ച് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ സൗകര്യങ്ങളാണ് ഇവിടെ സൗദി ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതുപോലെ ഗ്രൂപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വരുമ്പോൾ എന്താ പറയുക, ദുൽഖാദ് ഒന്നിന് തന്നെ ഞങ്ങൾ ഹാജിമാരോട് എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അറമ് മിക്കവാറും കാലിയായിരിക്കും, വലിയ തിരക്കുണ്ടാവില്ല. എല്ലാ ദിവസവും തവാഫ് ചെയ്യാനും അജറസും ചെയ്യാനൊക്കെ പറ്റും. ഞങ്ങൾക്ക് കുറച്ച് ദിവസം 10 ദിവസം 15 ദിവസം കഴിഞ്ഞ് കൊണ്ടുവന്നാൽ ടിക്കറ്റ് ഫെയറിലൊക്കെ പല വ്യത്യാസങ്ങളൊക്കെ കിട്ടും, പൈസകളിൽ ലാഭം ഉണ്ടാവും, ഭക്ഷണമായാലും താമസമായാലൊക്കെ. പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഹാജിമാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ അതിലൂടെ അവർക്ക് കൂടുതൽ സംതൃപ്തി നേടിയെടുക്കാൻ പറ്റും. അവർ കൊടുക്കുന്ന പൈസ 44 ദിവസത്തോളം ആദ്യം വന്ന ബാച്ച് ഇവിടെ ഉണ്ട്, മക്കളുണ്ട്. 44ാമത്തെ ദിവസമാണ് അവർ തിരിച്ചു പോകുന്നത്. ആ രൂപത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്രൂപ്പിന്റെ ഭാവി പദ്ധതികൾ എന്താണ്? എന്തായാലും നമ്മുടെ സൗദി ഗവൺമെന്റ് വളരെ നല്ല സൗകര്യങ്ങളാണ് തരുന്നത്. അതിൽ എത്രമാത്രം ഹൈ എൻഡ് സൗകര്യങ്ങൾ നമുക്കും കോപ്റ്റ് ചെയ്യാൻ പറ്റും എടുത്ത് അത് നമ്മുടെ സാധാരണക്കാരായുള്ള ഹാജിമാർക്ക് കുറഞ്ഞ നിരക്കിൽ VIP പരിഗണനയോട് കൂടിയുള്ള ഹജ്ജ് പാക്കേജ് നടപ്പാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ കേവലം ഈ ടെൻറ്റ് സൗകര്യം മാത്രമല്ല, ടെൻറ്റിൽ നല്ല സോഫ, ബെഡ്, അതോടൊപ്പം തന്നെ ബുഫേ ഭക്ഷണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പുറമെ ഇപ്പോൾ അറഫയിൽ ടെൻറ്റ് ഉള്ളത് നമിറ പള്ളിക്കും അത് ജബിൽ റഹ്മക്കും അടുത്താണ്. ബീനയിൽ അവരുടെ ടെൻറ്റ് ഉള്ളത് ജംറ പാലത്തിന് തൊട്ടടുത്ത് തന്നെയാണ്. ഇങ്ങനെ ആ തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ ഈ കാറ്റഗറിയിലുള്ള 1500ഓളം ഹാജിമാരും ഈ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ വളരെയധികം നന്ദി. ഈ സർവീസുകൾ ദീർഘകാലം നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.